ഡ്രസ്സ് വാങ്ങിയോ? കിങ്ങിണി ചോദിച്ചു. അയ്യോ ഇല്ല. ആഹാ, മൈലാഞ്ചി കല്യാണത്തിന് തുണിയില്ലാതെ നിൽക്കാനാണോ പ്ലാൻ? ഒന്ന് പോടി, ഞാനങ്ങ് മറന്നു പോയതാ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ആരെയും ഒന്ന് പറഞ്ഞു വിടുക. ഇക്കാക്ക പോകുമെന്ന് തോന്നുന്നില്ല. തിരക്കല്ലേ ഇവിടെ. ഒരു കാര്യം ചെയ്യാം, അമ്മായിമാരെ ആരെങ്കിലും വിടാം. വേണ്ട വേണ്ട, അവർക്കെല്ലാം ഒത്തിരി ജോലിയുള്ളതാ. ഞാൻ പോയാലോ എന്നാ? ഇത്താത്ത പോയാൽ പിന്നെ ഇവിടെ ആരാ? ആരെങ്കിലും ചോദിക്കുമ്പോൾ ഇത്താത്ത ഇവിടെ വേണ്ടേ? പിന്നെ എന്താ ചെയ്യുക? ടെൻഷനാവണ്ട ഇത്താത്ത. ആ കട എവിടെയാണെന്ന് പറഞ്ഞാൽ മതി, ഞാൻ പോയി മേടിച്ചുകൊണ്ട് വരാം. ആണല്ലോ, നീ ഒറ്റയ്ക്ക് പോകണ്ട. ഒറ്റയ്ക്ക് പോയപ്പോൾ എന്താ? വല്ലാത്ത കാലമാണ്. നീ ഒറ്റയ്ക്ക് പോകണ്ട. ഞാൻ ആരെങ്കിലും ഇക്കാക്കയോട് പറഞ്ഞ് നിൻ്റെ കൂട്ടിന് വിടാം. അങ്ങനെയെങ്കിൽ അങ്ങനെ. എങ്കിൽ നീ പോയി റെഡി ആയിട്ട് വാ, ഞാൻ ഇക്കാക്കയോട് പോയി പറയാം. കിങ്ങിണി അതും പറഞ്ഞ് റെഡിയാവാനായി മുറിയിലേക്ക് പോയി. നാളെ അച്ഛനും അമ്മയും വരുമായിരിക്കും. എത്ര ദിവസമായി എല്ലാവരെയും കണ്ടിട്ട്. മേഘ വരുവോ ആവോ? റെഡിയാകുന്നതിനിടയിൽ കിങ്ങിണി ആലോചിച്ചു. മോളെ, എന്താ എത്താത്ത? നിൻ്റെ കൂടെ നിഹാലേട്ടൻ വരും. ഏട്ടന് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട് ടൗണിൽ നിന്ന്. അപ്പോൾ നിന്നെയും കൂടെ കൊണ്ടുപോയിക്കോളും. രണ്ടാളും കൂടെ സാധനം മേടിച്ചിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. ആ, കുറുനരി അല്ലാതെ വേറെ ആരെയും കിട്ടിയില്ലേ? കുറുനരിയോ? ഓ, ഒന്നുമില്ല. നീ റെഡി ആയെങ്കിൽ താഴേക്ക് ചെല്ല്, നിഹാലേട്ടൻ താഴെയുണ്ട്. കിങ്ങിണി റെഡിയായി ചുരിദാറിൻ്റെ ഷോൾ എടുത്തിട്ട് താഴേക്ക് പോയി. അവൾ താഴേക്ക് ചെല്ലുമ്പോൾ നിഹാൽ താഴെ മുറ്റത്ത് കാറിൽ ചാരി നിന്ന് ഫോണിൽ കുത്തുകയായിരുന്നു. അവൾക്ക് നല്ല കുശുമ്പ് കയറി വന്നു. 24 മണിക്കൂർ ഈ ഫോണിലാണ്. ആരോടാണോ ഈ സൊള്ളി മറിക്കുന്നത്? കിങ്ങിണി നടന്നു വരുന്നത് ഒളി കണ്ണാലെ നിഹാൽ കണ്ടു. അവൻ പക്ഷെ മൈൻഡാക്കിയില്ല. അവൾ ഒരു കൈ അകലത്തിൽ നിന്നിട്ടും അവൻ മുഖമുയർത്തി നോക്കിയില്ല. കിങ്ങിണി ഒന്ന് ചുമച്ചു. ഉള്ളിൽ ചിരി പൊട്ടിയെങ്കിലും നിഹാൽ അവളെ നോക്കിയില്ല. എന്നവൾ വിളിച്ചിട്ടും അവൻ കുലുങ്ങിയില്ല. പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങിയില്ലല്ലോ. അവൾ പുച്ഛത്തോടെ ഓർത്ത് സഹികെട്ട് അവൾ അവനെ വിളിച്ചു. നിഹാലേട്ടാ, പോവാം. അവൾ മര്യാദയ്ക്ക് ചോദിച്ചു. അപ്പം നിനക്ക് മര്യാദയ്ക്ക് സംസാരിക്കും വിളിക്കാനും എല്ലാം അറിയാം. വേണ്ട എന്ന് വെച്ചിട്ടാണല്ലോ. നിഹാലിൻ്റെ വാക്കുകൾ അവളെ ചൊടിപ്പിച്ചു. വേണ്ട എന്ന് വെച്ചത് ഒന്നല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. അവൾ അങ്ങും ഇങ്ങും തൊടാതെ പറഞ്ഞു. നിഹാലിന് സംഭവം അത്രയ്ക്ക് അങ്ങ് ക്ലിക്കായില്ലെങ്കിലും എവിടെയോ ഒരു സീറോ ബൾബ് കത്തി. എങ്ങോട്ടാ പോകേണ്ടത്? നിഹാൽ ചോദിച്ചു. മുന്നോട്ട്. അതെനിക്കും അറിയാം എങ്ങോട്ടാ ആദ്യം പോകണ്ടേന്ന്. ഇത്താത്തയുടെ ഡ്രസ്സ് മേടിക്കാൻ പോകണം. എന്നെ സിൽക്ക് മുക്കിൽ ഇറങ്ങിയാൽ മതി. നിഹാൽ കാർ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്തു. ചെറിയ ചാരൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു. കിങ്ങിണി ഒന്നും മിണ്ടാതെ പുറത്തേക്ക് തന്നെ നോക്കിയിരുന്നു. നിശബ്ദത സഹിക്കാൻ വയ്യാതെ ആയപ്പോൾ നിഹാൽ ചോദിച്ചു, നിനക്ക് എന്നോടുള്ള ദേഷ്യം മാറിയില്ല എന്നുണ്ടോ? എനിക്ക് ആരോടും ഒരു ദേഷ്യവും ഇല്ല. മനസ്സിൽ കള്ളത്തരങ്ങൾ സൂക്ഷിച്ച് നടക്കുന്നവരെ ഇഷ്ടമല്ല, അത്രയേ ഉള്ളൂ. കിങ്ങിണി മറുപടി പറഞ്ഞു. എന്തിനാ പെണ്ണെ വെറുതെ ഈ ജാട ഇടുന്നത്? നിന്നോട് എനിക്കൊരു പിണക്കവുമില്ല. നിൻ്റെ ഈ ജാട പോലും കാണുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത്. മറ്റുള്ളവരുടെ മനസ്സ് നീറിപ്പുകയുമ്പോൾ ചിരി വരുന്നത് എല്ലാം ഒരുതരം അസുഖമാണ്. കിങ്ങിണി അല്പം അരിശത്തോടെ പറഞ്ഞു. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞാലൊന്നും ഉൾക്കൊള്ളാൻ കഴിയാത്ത പ്രായമാണ് നിൻ്റെയൊക്കെ. നിഹാലിന് ദേഷ്യം കയറി. കുറേ നാളായാലും താൻ തുടങ്ങിയിട്ട് എൻ്റെ പ്രായമെന്ന്. എൻ്റെ പ്രായത്തിൽ ആർക്കും തോന്നാത്ത കാര്യമൊന്നുമില്ലല്ലോ ഇത്. തന്നോടൊരു ഇഷ്ടം തോന്നിപ്പോയി, അത് പറയുകയും ചെയ്തു. അന്ന് താൻ കടന്ന് തുടൽ പൊട്ടിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ പറയുകയില്ലായിരുന്നു. എന്നിട്ടിപ്പോൾ പിന്നെയും എൻ്റെ പ്രായത്തെക്കുറിച്ച് പറയാൻ വന്നിരിക്കുന്നു. കടന്ന് തിളയ്ക്കാതെ. അത് തന്നെ എനിക്കും പറയാനുള്ളത്. കടന്ന് തിളയ്ക്കണ്ട. ഒരു പെണ്ണിന് ആണിനോട് ഇഷ്ടം തോന്നുന്നത് ഈ ലോകത്തെ ആദ്യത്തെ കാര്യമൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടപ്പെടാൻ നിൽക്കേണ്ടെന്നേ. നിങ്ങളെന്നെ സ്നേഹിച്ചില്ല എന്ന് കരുതി ഞാൻ തൂങ്ങിച്ചാവാൻ പോകുന്നൊന്നുമില്ല. ഉള്ളു നീറി വെന്ത് പുകയുന്നുണ്ട്. കിങ്ങിണി വാക്കുകൾ കൊണ്ട് ശരം തീർത്ത് അവന് നേരെ എറിഞ്ഞു. അവളുടെ ഓരോ വാക്കും നെഞ്ചിൽ ആഴത്തിൽ മുറിവുകൾ ഉണ്ടാക്കുന്നത് അവനറിഞ്ഞു. നിന്നോട് ചെറിയ ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയതാ. ഇത്രയും നാക്കൊണ്ടെന്നറിഞ്ഞില്ല. ആയിക്കോട്ടെ, ഇപ്പം അറിഞ്ഞല്ലോ. തനിക്കൊക്കെ കല്യാണം കഴിക്കാനൊരുത്തി, പ്രേമിക്കാനൊരുത്തി, കൊണ്ടു നടക്കാനൊരുത്തി, അങ്ങനെയല്ലേ? 24 മണിക്കൂറും ഫോണിൽ സൊള്ളാനല്ലേ നേരം? നിർത്തടി. നിഹാൽ പെട്ടെന്ന് കാർ ബ്രേക്ക് ചവിട്ടി നിർത്തി. കിങ്ങിണി ദഹിപ്പിച്ചുകൊണ്ട് ദേഷ്യത്തോടെ നോക്കി. നിഹാലിൻ്റെ കൈ പെട്ടെന്ന് അവളുടെ കരണത്ത് പതിഞ്ഞു. ആ വെളുത്ത കവളിൽ 5 വിരൽപ്പാടുകൾ പതിഞ്ഞു. കിങ്ങിണിയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ആ കണ്ണുകൾ ചുവന്ന് പുറത്തേക്ക് തള്ളി. അവൾ ഇടത് കൈകൊണ്ട് മുഖം പൊത്തിപ്പോയി. ഇത് നീ ചോദിച്ചു വാങ്ങിയതാ? കിങ്ങിണിയുടെ മുഖത്തേക്ക് കലി തുള്ളിയിരിക്കുകയായിരുന്നു നിഹാൽ. അപ്പോൾ
കുറച്ചുനേരം അവർക്കിടയിൽ നിശബ്ദത സ്ഥാനം പിടിച്ചു. ഒരുതരം നിർവികാരതയായിരുന്നു കിങ്ങിണിയുടെ മുഖത്ത്. നിറഞ്ഞു തുളുമ്പിയ കണ്ണ് തുടച്ച് അവൾ ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി. മഴ ചെറുതായി ശക്തി പ്രാപിച്ചു തുടങ്ങി. കിങ്ങിണി ആ പെയ്യുന്ന മഴയിലേക്ക് ഇറങ്ങി നടന്നു. പുറകെ വന്നൊരു ഓട്ടോയ്ക്ക് കൈ കാണിച്ച് അവൾ അതിൽ കയറിപ്പോയി. നിഹാലിന്റെ കണ്ണുകളും നിറഞ്ഞു തുളുമ്പി. അവൾ ദൂരേക്ക് മറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവളെ തല്ലേണ്ടിയിരുന്നില്ല എന്ന് നിഹാലിന് തോന്നിയത്. എന്തിനാ ഈശ്വര ഞങ്ങളെ തമ്മിൽ കൂട്ടിമുട്ടിച്ചത്? എന്തിനാ അവളോട് എനിക്ക് ഇഷ്ടം തോന്നിപ്പിച്ചത്? എന്തിനാ എന്നെക്കൊണ്ട് അവളെ ഞാൻ വേദനിപ്പിക്കുന്നത്? വർഷങ്ങളോളം സ്നേഹിച്ചു നടന്ന കാവേരിയുടെ തോന്നാത്ത ഇഷ്ടം എന്തിനാ നീ ഇവളോട് ഇങ്ങനെ തോന്നിപ്പിക്കുന്നത്? അതൊന്നു മാറാൻ ഞാൻ ശ്രമിക്കുമ്പോഴും അവൾ ശ്രമിക്കുമ്പോഴും അവസരങ്ങൾ ഉണ്ടാക്കി ഇങ്ങനെ ചേർത്ത് വെക്കാൻ നോക്കുന്നത് എനിക്ക് ഭ്രാന്തായി പോകുക. അവളെ കൂടെ കൂട്ടിയാൽ അവളുടെ ജീവിതം നശിച്ചു പോകും. ഈ ജീവിതത്തിൻ്റെ ഒരു ചെറിയ ശതമാനം മാത്രമേ അവൾ ജീവിച്ചു കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയും എത്രയോ നാൾ കിടക്കുന്നു അവളുടെ ജീവിതത്തിൽ. ഞാനുമായി ഒരു പ്രണയത്തിൽ അവൾ വീണുപോയാൽ അവളുടെ ജീവിതം പോകില്ലേ? അതോർത്തല്ലേ എനിക്കിഷ്ടമായിട്ടും ഞാൻ അവളെ അകറ്റി നിർത്തുന്നത്, അവളുടെ നല്ലതിനു വേണ്ടി. എന്നിട്ടിപ്പോൾ എന്നെക്കൊണ്ട് തന്നെ. നിഹാൽ നെഞ്ചുപൊട്ടി കരഞ്ഞുപോയി. എന്ത് ചെയ്യണമെന്ന് അറിയാതെ. മഴയുടെ ശക്തി കൂടി വന്നു. അവൻ്റെ ഉള്ളിൽ ആശങ്കയുണർന്നു. നിഹാൽ പെട്ടെന്ന് കണ്ണുകൾ തുടച്ച് അവൾ പോയ വഴിയെ വെച്ചു പിടിച്ചു. മഴയായതുകൊണ്ട് തന്നെ കടകളെല്ലാം നേരത്തെ അടച്ചു. സിൽക്കുമുക്കിലെത്തി തയ്യൽക്കടയിൽ കയറി കിങ്ങിണിയെ അന്വേഷിച്ചപ്പോൾ അവൾ അവിടെ നിന്നും ഡ്രസ്സ് വാങ്ങി പോയി എന്നറിഞ്ഞു. ഒറ്റയ്ക്ക് ഈ മഴയത്ത് അവൾ എങ്ങനെ? നിഹാലിൻ്റെ ഉള്ളിൽ ആദ്യ കയറി. അവൻ ഫോണെടുത്ത് ഫൈസലിനെ വിളിച്ചു. എടാ, കിങ്ങിണി വീട്ടിൽ വന്നോ? ഇല്ല, വന്നില്ല. എന്താടാ ഒന്നിച്ചല്ലേ നിങ്ങൾ പോയത്? ആ, മഴയായതുകൊണ്ട് കടയടച്ചാലോ എന്നോർത്ത് ഞാൻ അവളെ തയ്യൽക്കടയിൽ ഇറക്കി സാധനം വാങ്ങാൻ പോയതാ. അപ്പോൾ കടയടച്ചു പോയി. ഇവിടെ വന്നപ്പോൾ അവൾ പോയി എന്ന് പറഞ്ഞു. അങ്ങോട്ട് വന്നോ എന്നറിയാൻ വിളിച്ചതാ. നിഹാൽ എങ്ങനെയോ കള്ളം പറഞ്ഞു ഒപ്പിച്ചു. ആ, അവൾ വന്നില്ല. ചിലപ്പോൾ പോകുന്നതേ ഉണ്ടാവും. നീ ഒന്ന് ഇനി പോരെ. നിഹാൽ ഫോൺ കട്ട് ചെയ്തു. പക്ഷേ അവൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ഭയം ഉരുണ്ടുകൂടി വന്നു. അവൾക്ക് എന്തെങ്കിലും പറ്റി കാണുമോ എന്നോർത്ത്. ഈശ്വര, എന്തൊരു പരീക്ഷണമാണിതെല്ലാം. നിഹാൽ പെയ്യുന്ന മഴയിൽ കൂടി കാർ ഓടിച്ച് എങ്ങോട്ടോ പോയി. മഴയുടെ ശക്തി കൂടിക്കൂടി വന്നു. തുള്ളിക്കൊരു കുടം എന്ന കണക്കിന് മഴ ആർത്തു പെയ്തു. നിഹാൽ കിങ്ങിണിയെ അന്വേഷിച്ച് എവിടെയൊക്കെയോ അലങ്ങി നടന്നു. ഇടയ്ക്ക് ഫൈസലിനെ വിളിച്ച് അവൾ വന്നോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഇല്ല എന്നൊരു മറുപടിയാണ് അവനിൽ നിന്നും നിഹാലിന് കിട്ടിയത്. അവൻ കാറ് തിരിച്ച് വന്ന വഴിയെ തിരികെ വീട്ടിൽ പോകാൻ തുടങ്ങുമ്പോൾ ആണ് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ഓട്ടോ നന്നാക്കാൻ നോക്കുന്നത് കാണുന്നത്. അയാളെ കണ്ടതും നിഹാൽ വണ്ടി സൈഡാക്കി കൊണ്ടുവന്നു. ഡ്രൈവർ കൈനീട്ടി നിഹാലിനെ തടഞ്ഞു. നിഹാൽ പതിയെ ഗ്ലാസ് താഴ്ത്തി. മോനെ, എൻ്റെ വണ്ടി കേടായി. വണ്ടിയിൽ ഒരു പെൺകുട്ടിയുണ്ട്. ഈ കുട്ടിയെ ഏതെങ്കിലും അടുത്ത ജംഗ്ഷനിൽ ഒന്ന് ഇറക്കാമോ? നിഹാൽ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു പറഞ്ഞു. വരാൻ പറയട്ടാ. ശരി മോനെ. ഓട്ടോ ഡ്രൈവറുടെ അവസ്ഥ കണ്ട് കഷ്ടം തോന്നിയിട്ടാണ് നിഹാൽ അയാളെ സഹായിക്കാമെന്നേറ്റത്. അയാൾ ആകെ നനഞ്ഞു കുതിർന്നിരുന്നു. അയാൾ ഓട്ടോയുടെ കർട്ടൻ പൊക്കി ഒരു പെൺകുട്ടിയെ പുറത്തേക്ക് വിളിച്ചു. മഴ പെയ്യുന്നതുകൊണ്ട് പെൺകുട്ടിയുടെ മുഖം വ്യക്തമായില്ല. നിഹാൽ ഡോറ് തുറന്നു കൊടുത്തപ്പോൾ ആ കുട്ടി അകത്തേക്ക് കയറി. അപ്പോഴാണ് നിഹാൽ ആ മുഖം കണ്ടത്. കിങ്ങിണിയായിരുന്നു അത്. അവൻ എന്തെങ്കിലും പറയുന്നതിന് മുൻപേ ഓട്ടോ ഡ്രൈവർ നിഹാലിനോട് അവൻ്റെ ഫോൺ നമ്പർ ചോദിച്ചു. അവൻ നമ്പർ പറഞ്ഞു കൊടുത്തു. മോനെ, ഒന്നും തോന്നരുത് കേട്ടോ. ഇതേ പ്രായത്തിലുള്ളൊരു കുട്ടിയുടെ അച്ഛനാണ് ഞാനും. പോകുന്ന വഴിക്ക് ഈ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയാൽ അത് എൻ്റെ തലയിൽ വീഴും. വല്ലാത്ത കാലമല്ലേ. അത് ഇവളെൻ്റെ സുഹൃത്താണ് ചേട്ടാ, പേടിക്കണ്ട. നിഹാൽ അത് പറയുമ്പോഴും കിങ്ങിണി അവനെ നോക്കിയില്ല. വണ്ടി കണ്ടപ്പോഴേ അത് നിഹാലാണെന്ന് അവൾക്കറിയാമായിരുന്നു. ആണോ? ഭാഗ്യം. ചേട്ടൻ വാ, അടുത്ത സ്റ്റോപ്പിൽ വിടാം. വേണ്ട മോനെ, മഴ ഇപ്പോൾ പോവും, ഞാൻ പൊക്കോളാം. ഈ മോളെ വേഗം വീട്ടിലെത്തിക്കും. എങ്കിൽ ശരി ചേട്ടാ, പോട്ടെ. ആയിക്കോട്ടെ മോനെ. അയാളോട് യാത്ര പറഞ്ഞ് നിഹാൽ വണ്ടി മുൻപോട്ടെടുത്തു. കിങ്ങിണി ഓട്ടോ ഡ്രൈവർക്ക് ഒരു പുഞ്ചിരി സമ്മാനിച്ചു. കിങ്ങിണി നിഹാലിനോട് ഒന്നും മിണ്ടാതെ തണുത്തു പറച്ച് കാറിലിരുന്നു. നിഹാൽ AC ഓഫ് ചെയ്തു. തൻ്റെ ഇടവാകാം, പക്ഷേ അത് കാണിക്കേണ്ട നേരം ഇതല്ല. നിഹാലിൻ്റെ വാക്കുകൾക്ക് കിങ്ങിണി ഉത്തരവൊന്നും പറഞ്ഞില്ല. അവൾ ഒരു പാവയെപ്പോലെ അനങ്ങാതെയിരുന്നു. കണ്ണുപോലും ചിമ്മാതെ ഇരിക്കുന്ന അവളുടെ ഇരിപ്പ് കണ്ട് നിഹാലിന് പേടിയായി. അവൻ കാറ് ചവിട്ടി നിർത്തി. ചഞ്ചല, നീ ഓക്കെ അല്ലേ? നിഹാൽ വിറയ്ക്കുന്ന ചുണ്ടുകളോട് അവളോട് ചോദിച്ചു. അവൾ മുഖം തിരിച്ച് അവനെ നോക്കി. കിങ്ങിണിയുടെ കവിളിൽ തിണർത്തു കിടന്ന ആ കൈപ്പാടുകൾ അവൻ കണ്ടു. നെഞ്ചു മുഴുവൻ വേദന കൊണ്ട് പൊട്ടിയൊലിച്ച് പുറത്തേക്ക് വരുമെന്ന് അവന് തോന്നിപ്പോയി. പെട്ടെന്ന്
നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരവസരത്തിൽ അവൻ പൊട്ടിക്കരഞ്ഞുപോയി. ചഞ്ചലയുടെ മുഖം കൈക്കുമ്പിളിലെടുത്ത് അവൻ നെറ്റിയിലും കണ്ണിലും കവിളിലും ചുണ്ടിലും എല്ലാം ഉമ്മ വെച്ചു. അവളെ അവൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു. പക്ഷേ അപ്പോഴും കിങ്ങിണിക്ക് യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടായില്ല. അവൻ ആ മുഖം പിടിച്ച് ഉയർത്തി. എന്നോട് ക്ഷമിക്കുമോളെ, ഒരുപാട് വേദനിപ്പിച്ചു ഞാൻ. എന്നോട് പൊറുക്കുമോ നീ? കിങ്ങിണിയുടെ കണ്ണുകളിൽ നിർവികാരത തളം കെട്ടി നിന്നു. നിങ്ങളെ സ്നേഹിച്ചു പോയി എന്നൊരു തെറ്റേ ഞാൻ ചെയ്തുള്ളൂ. ആ തെറ്റ് ഞാൻ തിരുത്തുക. ഇനി നിങ്ങൾ എനിക്ക് ആരുമല്ല. നമ്മൾ തമ്മിൽ ഇനി ഒരു ബന്ധവുമില്ല. ഒരു കരട് പോലെ നിലനിൽക്കാൻ ഒരു സൗഹൃദം പോലും വേണ്ട. കിങ്ങിണിയുടെ ചുണ്ടിൽ നിന്നും വന്ന വാക്കുകൾ നിഹാലിൻ്റെ ഹൃദയത്തെ പിടിച്ചുലച്ചു. എനിക്ക് വീട്ടിൽ പോകണം, അവൾ പറഞ്ഞു. നിഹാലിന് ഒന്നും തിരിച്ചു പറയാൻ കഴിഞ്ഞില്ല. അവളുടെ തീരുമാനം ഒന്നും മിണ്ടാതെ അവൻ അംഗീകരിച്ചു. എൻ്റെ ഹൃദയം രണ്ടായി കീറി മുറിഞ്ഞു പോകുന്നുണ്ട് കിങ്ങിണി. പക്ഷേ നിന്റെ തീരുമാനമാണ് ശരിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നീ എന്നും എൻ്റെ മനസ്സിലുണ്ടാവും. ഈ ചെറിയ പ്രായത്തിൽ ഞാൻ കാണാത്ത സ്ഥലമോ ദേശമോ ആളുകളോ ഒന്നുമില്ല. നിന്നേക്കാൾ സുന്ദരികളെയും കണ്ടിട്ടുണ്ട്. പക്ഷേ നിന്നെപ്പോലെ നെഞ്ചിൽ കയറാൻ വേറെ ആർക്കും കഴിയില്ല, നിഹാൽ മനസ്സിൽ പറഞ്ഞു. കാറ് പല വഴികൾ തിരിഞ്ഞ് വീട്ടിലേക്കെത്തി. കിങ്ങിണി വേഗം മുടിയഴിച്ചിട്ടു. മുഖത്ത് നിഹാൽ അടിച്ചടി ആരും കാണാതെ ഇരിക്കുവാൻ വേണ്ടി അവൾ നിഹാലിനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ഡോറടച്ച് അകത്ത് കയറിപ്പോയി. നിഹാൽ കാർ പാർക്ക് ചെയ്ത് മുറിയിലേക്കും പോയി. കിങ്ങിണി ഫാത്തിമയുടെ ഡ്രസ്സ് കൊണ്ടുപോയി കൊടുത്തിട്ട് കുളിക്കാൻ വേണ്ടി വാതിൽ കുറ്റിയിട്ട് ബാത്റൂമിൽ കയറി. അത്രയും നേരം അടക്കിപ്പിടിച്ച നൊമ്പരം എല്ലാം കൂടെ അവളുടെ തൊണ്ടക്കുഴിയിൽ നിന്നും പുറത്തേക്ക് വന്നു. തൻ്റെ കരച്ചിൽ ആരും കേൾക്കണ്ട എന്ന് തോന്നിയപ്പോൾ കിങ്ങിണി ബാത്റൂമിലെ പൈപ്പ് തുറന്നു വെച്ചു. ശബ്ദം പരമാവധി പുറത്തു വരാതെ അവൾ വാ പൊത്തിയിരുന്ന് കരഞ്ഞു തീർത്തു. ഉള്ളിൽ ആർത്തു പെയ്യുന്ന സങ്കടവർഷം. പിറ്റേന്നായിരുന്നു ഫാത്തിമയുടെ മൈലാഞ്ചി കല്യാണം. വൈകിട്ടാണ് പരിപാടികളെല്ലാം. ഒപ്പനയും പാട്ടും എല്ലാം ഉണ്ട്. ബന്ധുക്കൾ ഓരോരുത്തരായി വന്നു തുടങ്ങിയിരിക്കുന്നു. ഫാത്തിമയാണെങ്കിൽ രാവിലെ മുതൽ കൂട്ടുകാരികളുടെയും അമ്മായിമാരുടെയും നടുവിലാണ്. അവർ അവളെ കളിയാക്കുകയും ഉപദേശം കൊടുക്കുകയും സമ്മാനം നൽകുകയും എല്ലാം ചെയ്യുന്നുണ്ട്. കിങ്ങിണി രാവിലെ മുതൽ വീടിൻ്റെ ഫ്രണ്ടിൽ തമ്പടിച്ച് നിൽക്കുകയാണ്. അച്ഛൻ്റെയും അമ്മയുടെയും എല്ലാം വരവ് നോക്കി നിൽപ്പാണ്. ഏകദേശം ഒരു 10 മണി കഴിഞ്ഞപ്പോൾ ഗേറ്റ് കടന്ന് കിങ്ങിണിയുടെ അച്ഛൻ്റെ കാർ മുറ്റത്തേക്ക് വന്നു. അച്ഛൻ കാറിൻ്റെ പിന്നിൽ നിന്നിറങ്ങിയതും കിങ്ങിണി ഓടിച്ചെന്ന് അച്ഛനെ കെട്ടിപ്പിടിച്ചുപോയി. അറിയാതെ അവൾ പൊട്ടിക്കരഞ്ഞുപോയി. അയ്യേ, എന്നെ കുറച്ച് ദിവസം കാണാതെ ആയപ്പോൾ എൻ്റെ കിങ്ങിണി മോൾ ഇങ്ങനെയായിപ്പോയോ? നാളെ ഒരു വീട്ടിൽ ചെന്ന് കയറുമ്പോൾ എന്തു ചെയ്യും? ഇങ്ങനെയാണേ. പൊക്കോ, വന്ന പോലെ പൊക്കോ. എപ്പോൾ നോക്കിയാലും കല്യാണം കല്യാണം, ഇതല്ലാതെ വേറെ ഒന്നും പറയാനില്ലേ? അച്ഛൻ കിങ്ങിണിയുടെ മുഖത്തേക്ക് ദയനീയമായി നോക്കി. അപ്പോഴാണ് അവളുടെ കവിളിൽ തിണർത്ത് കിടന്ന പാട് അദ്ദേഹം കണ്ടത്. ഇതെന്തു പറ്റിയതാ? അതോ, ഞാനൊരു കുരുത്തക്കേട് കാണിച്ചു. അപ്പോൾ ഒരു ചേട്ടൻ എന്നെ തല്ലി. ഏത് ചേട്ടൻ? എൻ്റെ മോളെ തല്ലാൻ അവനാരാ? ഞാൻ തെറ്റ് ചെയ്തിട്ടാ അച്ഛാ എന്നെ തല്ലിയെ. ഡ്രസ്സ് ചയച്ചത് മേടിക്കാൻ പോയിട്ട് ഞാൻ അവിടെ നിന്ന് മുങ്ങി. ആ ചേട്ടൻ്റെ കൂടെയായിരുന്നു പോയത്. പുള്ളി പേടിച്ചു പോയി എന്നെ കാണാതെ. എവിടെ പോയി അന്വേഷിക്കും? അങ്ങനെ പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ തല്ലിപ്പോയതാ. അത് കാര്യമാക്കണ്ട. അച്ഛൻ എന്തെങ്കിലും തിരിച്ചു പറയുന്നതിന് മുൻപ് ഫൈസൽ അങ്ങോട്ടേക്ക് വന്നു. കിങ്ങിണിയുടെ വീട്ടുകാരെ സ്നേഹത്തോടെ വീട്ടിലേക്ക് ക്ഷണിച്ചു ഇരുത്തി. കിങ്ങിണിയുടെ വീട്ടുകാർക്ക് ആ വീട്ടിൽ വലിയൊരു സ്ഥാനം തന്നെ ഫൈസലിൻ്റെ ഉപ്പ കൽപ്പിച്ച് നൽകിയിട്ടുണ്ട്. ഇപ്പോഴും ഈ തലമുറയിലും അതിനൊരു മാറ്റവുമില്ല. കിങ്ങിണി മോളെ, അത് ആ ചെറുക്കനല്ലേ? മോളെ എന്ന് അവിടെ വെച്ച് രക്ഷിച്ച ചെറുക്കൻ? ചെറിയച്ഛൻ ചോദിച്ചപ്പോൾ കിങ്ങിണി അങ്ങോട്ട് നോക്കി. നിഹാൽ അവിടെ ഫൈസലിൻ്റെ സുഹൃത്തുക്കളോട് സംസാരിച്ചു നിൽക്കുന്നു. ആ കുട്ടിയല്ലേ മോളെ? ചെറിയച്ഛൻ വീണ്ടും ചോദിച്ചു. ആ, അത് തന്നെയാണ് ചന്ദ്രേട്ട, അന്ന് മോളെ രക്ഷിച്ച പയ്യൻ. ഈ കുട്ടി എന്താ ഇവിടെ? ശ്രീദേവി ചോദിച്ചു. ഫൈസലിക്കാക്കയുടെ ഫ്രണ്ടാ. ആഹാ, ഏട്ടാ, ഞാൻ ഒന്ന് പോയി സംസാരിച്ചിട്ട് വരാം. നിൽക്ക് ചന്ദ്ര, ഞാനും വരാം. എനിക്കും ഒന്ന് പരിചയപ്പെടണം. അവർ രണ്ടുപേരും കൂടി പുറത്തേക്കിറങ്ങി. ദൈവമേ, കൊല്ലാനാണോ വളർത്താനാണോ ഈ പോക്ക്? കിങ്ങിണി മനസ്സിലോർത്തു. ഏയ്, ഇയാൾക്കെന്നെ മനസ്സിലായോ? ചെറിയച്ഛൻ ചെന്ന് നിഹാലിൻ്റെ തോളിൽ തട്ടി ചോദിച്ചു. പിന്തിരിഞ്ഞ് നിഹാൽ അവരെ നോക്കി. അവരെന്തോ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. നമ്മൾ കണ്ടിട്ടുണ്ടെന്നേ, അന്ന് ഓഡിറ്റോറിയത്തിൽ വെച്ച്. അന്ന് തീ പിടിച്ചപ്പോൾ ഓർക്കുന്നുണ്ടോ? പെട്ടെന്ന് അവൻ എന്തോ ഓർത്ത പോലെ ചെറിയച്ഛന് നേരെ കൈ കൊടുത്തു. ഓ സാർ, ഓർക്കുന്നുണ്ട്. അന്ന് നമ്മൾ കണ്ടായിരുന്നല്ലോ. ആ, ഞാൻ ഓർത്ത് മനസ്സിലാകില്ല എന്ന്. ഏയ്, മോൻ ഫൈസലിൻ്റെ കൂട്ടുകാരനാണല്ലേ? ആ, അതെ. കിങ്ങിണി മോള് പറഞ്ഞു. ഇത് എൻ്റെ ഏട്ടന് കൃഷ്ണപ്രസാദ്.
കിങ്ങിണിമോളുടെ അച്ഛനാണ്. ചന്ദ്രപ്രസാദ് എന്നെ നിഹാലിന് പരിചയപ്പെടുത്തി കൊടുത്തു. നിഹാൽ അദ്ദേഹത്തെ നോക്കി. കിങ്ങിണിയുടെ മുഖം പോലെ തന്നെ വല്ലാത്തൊരു ചൈതന്യം തുളുമ്പുന്ന മുഖം. ആ മുഖം നിറയെ സ്നേഹവും വാത്സല്യവുമാണെന്ന് ഒറ്റ നോട്ടത്തിൽ ആർക്കും തോന്നിപ്പോകും. നമസ്കാരം സർ. നിഹാൽ കിങ്ങിണിയുടെ അച്ഛന് നേരെ കൈകൂപ്പി. എന്തുകൊണ്ടോ അച്ഛൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അദ്ദേഹം നിഹാലിൻ്റെ കൈ കൂട്ടിപ്പിടിച്ച് അവനെ കെട്ടിപ്പിടിച്ചു. നിഹാൽ പെട്ടെന്നൊന്ന് ഞെട്ടിയെങ്കിലും അവൻ്റെ ചുണ്ടിലും ഒരു ചിരി വിടർന്നു. ഒരുപാട് നന്ദിയുണ്ട് മോനെ, കിങ്ങിണി മോളെ രക്ഷിച്ചതിന്. ഞങ്ങളുടെ പ്രാണന, ഞങ്ങളുടെ കുട്ടി. അവളെ ഒരു പോറൽ പോലും ഇല്ലാതെ രക്ഷിച്ചു കൊണ്ടുവന്ന് തന്നതിന് ഒരുപാട് നന്ദി. കിങ്ങിണിയുടെ അച്ഛൻ അത്രയും പറഞ്ഞപ്പോൾ നിഹാലിൻ്റെ കണ്ണും ചെറുതായി നിറഞ്ഞു വന്നു. ഏയ്, എന്താണിത്? ഞാൻ എല്ലാത്തിനും ഒരു നിമിത്തമായെന്ന് മാത്രമേ ഉള്ളൂ. മോനെ, നിനക്ക് നല്ലത് മാത്രമേ വരൂ. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രാർത്ഥന എന്നും നിനക്കുണ്ടാവും. കിങ്ങിണിയുടെ അമ്മ അവനെ തലോടി. അവൻ്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞുപോയി. ഇത് കിങ്ങിണിയുടെ അമ്മ ലളിത, ഇത് അനിയൻ്റെ ഭാര്യ ശ്രീദേവി. കൃഷ്ണപ്രസാദ് അവരെയും അവന് പരിചയപ്പെടുത്തി കൊടുത്തു. പിറക്കാതെ പോയ മരുമകൻ്റെ അമ്മായച്ചൻ്റെ സ്നേഹം കണ്ടില്ലേ? ഞാനാണ് ഇവരുടെ മോള് അതോ പുള്ളിയാണ് ഇവരുടെ സ്വന്തം? കിങ്ങിണി തെല്ലു കുശുമ്പോടെ ഓർത്തു. പിന്നീട് അവരുടെ അടുത്തേക്ക് കിങ്ങിണി ഇറങ്ങി വന്നു. അച്ഛാ, അകത്തേക്ക് ചെല്ല, ഇത്താത്ത ഇവിടെ ഉണ്ട്. കിങ്ങിണി പറഞ്ഞു. ആ, വരുക മോനെ, നമുക്ക് വീണ്ടും കാണാട്ടോ. ആ, ഓക്കെ അങ്കിൾ. അതും പറഞ്ഞ് അച്ഛനും അമ്മയും എല്ലാവരും കൂടി അകത്തേക്ക് പോയി. എൻ്റെ അച്ഛനുമായി കൂടുതൽ കമ്പനി വേണ്ട. സ്നേഹിച്ചാൽ ചങ്കു പറിച്ചു കൊടുക്കുന്ന വെള്ളാരം കുന്നുകാരുടെ ദൈവമാണ്. കൂടുതൽ എടുക്കണ്ട, എനിക്കത് ഇഷ്ടമല്ല. നിഹാലിൻ്റെ മുഖത്ത് നോക്കാതെ കിങ്ങിണി പറഞ്ഞു. ഞാൻ അടുക്കും, ഒന്നുമില്ലേലും എനിക്ക് പിറക്കാതെ പോയ അമ്മായച്ചനും അമ്മായിയമ്മയൊക്കെ അല്ലേ. അവൻ കുസൃതിയോടെ പതിയെ പറഞ്ഞു. മോശം പിടിക്കാൻ, കിങ്ങിണി മനസ്സിൽ പറഞ്ഞു. അവൾ അകത്തേക്ക് കയറിപ്പോയി. അച്ഛൻ ചങ്ക് പറിച്ചു തരും. മകളുടെ ചങ്ക് എൻ്റെ മുന്നിൽ അവൾ വെച്ചു നീട്ടിയിട്ടും അത് ചെമ്പരത്തിപ്പൂവാണെന്ന് പറയാനാണ് എൻ്റെ വിധി. എനിക്കറിയാം കിങ്ങിണി നിന്റെ ചങ്കു പിടയുന്നത്, പക്ഷേ എനിക്കത് കണ്ടില്ലെന്ന് നടിച്ചേ പറ്റൂ. നിഹാൽ അവൾ പോയ വഴിയെ നോക്കി പറഞ്ഞു. മൈലാഞ്ചി കല്യാണത്തിൻ്റെ സമയമായപ്പോൾ പന്തലിലെ തിരക്ക് പതിയെ കൂടിക്കൂടി വന്നു. കിങ്ങിണി പാത്തുവിനെ ഒരുക്കുന്ന തിരക്കിലായിരുന്നു. ബ്യൂട്ടീഷ്യൻ ഉണ്ടായിരുന്നെങ്കിലും പാത്തുവിന് കിങ്ങിണി അടുത്ത് വേണമായിരുന്നു എല്ലാത്തിനും. അവളെ ഒരുക്കി തീരാറായപ്പോൾ ഉമ്മച്ചി വന്ന് കിങ്ങിണിയോട് ഒരുങ്ങി വരാൻ പറഞ്ഞു. കിങ്ങിണി, എന്താ ഇത്തത്ത? അലമാരയിൽ ഞാൻ നിനക്കൊരു നീല കവറിൽ പൊതിഞ്ഞ ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിട്ടുകൊണ്ട് അല്ലാതെ ഇങ്ങോട്ട് ഇറങ്ങരുത്. അതെന്താ? ആ, അതങ്ങനെയാ. ശരി. കിങ്ങിണി കുലുങ്ങി ചിരിച്ചു. കിങ്ങിണി മുറിയിൽ പോയി കുളിച്ചു വന്നു. മൈലാഞ്ചി കല്യാണത്തിന് കിങ്ങിണിക്കിടാൻ വേണ്ടി പാത്തു എടുത്തു വെച്ച ഡ്രസ്സ് അവൾ അലമാരയിൽ നിന്നും തപ്പിയെടുത്തു. അവളത് തുറന്നു നോക്കി. ബ്ലാക്ക് ആൻഡ് റെഡ് കളർ സിമ്പിൾ അനാൽക്കലി ആയിരുന്നു അത്. അതിൻ്റെ ഒപ്പം തന്നെ അവൾക്കിടാനുള്ള ഡ്രസ്സിന് ചേരുന്ന മാലയും വളയും എല്ലാം ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ ഒരു കത്തും. എൻ്റെ കിങ്ങിണിക്കുട്ടിക്ക് ഇത്താത്തയുടെ പിറന്നാൾ സമ്മാനം. അന്ന് എനിക്ക് തരാൻ പറ്റിയില്ല. ഇതെൻ്റെ മോൾക്കാണ്. ഒരനിയത്തി ഇല്ല എന്ന ദുഃഖം എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. എൻ്റെ ഇക്കാക്കയെ പോലെ തന്നെ നീയും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് എൻ്റെ ജീവിതത്തിൽ. എന്നും എൻ്റെ മോളുടെ ജീവിതത്തിൽ കാരുണ്യവാനായ പടച്ച തമ്പുരാൻ സന്തോഷം മാത്രം പരത്തട്ടെ എന്ന് കിങ്ങിണിക്കുട്ടിയുടെ പുന്നാര ഇത്താത്ത.